ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ ഈ പറയുന്ന വഴിപാട് ആര് ചെയ്താലും സാമ്പത്തികം അവരുടെ മാറും, സാമ്പത്തികം വലിയ രീതിയിൽ സാമ്പത്തിക നില മാറും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ കാര്യം. ലളിതമായ കാര്യമാണ്, നല്ല കാര്യമാണ്, ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്. ഞാൻ സത്യമുള്ള കാര്യം പറയത്തുള്ളൂ. ഞാനൊരു ശിവയോഗിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. അകവും പുറവും എപ്പോഴും ശിവമന്ത്രം, ആ ഒരു രഹസ്യവിദ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു കൊടുത്ത ജീവിതം മാറിയ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം ജീവിതം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് ക്ഷേത്രമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തവരുടെ എല്ലാം സാമ്പത്തിക നില, ശരിയായിട്ട് ചെയ്തവരുടെ, വിശ്വാസത്തോടെ ചെയ്തവരുടെ, സാധിക്കുന്ന പോലെ ആവർത്തിച്ച് ചെയ്തവരുടെ എല്ലാം സാമ്പത്തിക നില മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. നമ്മൾ നമ്മുടെ കർമ്മം, തൊഴിൽ ചെയ്യുകയും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോൾ അപ്പോഴാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്ന, ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും ആ സാമ്പത്തിക നില മാറാൻ. അപ്പോൾ നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത് മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്ന ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്യണം. 10 രൂപയ്ക്ക് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ 10 രൂപ വണ്ടിക്കൂലിക്ക് തികച്ചെടുക്കാൻ പറ്റാത്തവർ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ച് ജീവിക്കുന്നവരുണ്ട്. അനുഭവത്തിൽ എന്ന് പറയുകയാണ്. പിന്നെ കലഹങ്ങൾ മാറിയ കുടുംബങ്ങളുണ്ട്, ദുരിതങ്ങൾ മാറിയവരുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെട്ടവരുണ്ട്, നടക്കാത്ത പല കാര്യങ്ങളും നടന്ന അനുഭവങ്ങളുണ്ട്. ഇന്നും ഒരാൾ എന്നോട് ഇവിടെ വന്നു, അതും അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്. അദ്ദേഹം ലോകം മുഴുവൻ നടന്നിട്ടും നടക്കാത്ത ഒരു കാര്യം ഞാനീ പറഞ്ഞ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് മാറി. പക്ഷെ അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, അയാൾ അതുപോലെ നല്ല വിശ്വാസത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുടെ ജീവിതം മാറ്റിയ, ഏതൊരാളുടെ സാമ്പത്തിക നില മാറ്റുന്ന ഇത് ഒരു വഴിപാട് ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുക. ആ ക്ഷേത്രം ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ വാട്സപ്പ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സംഖ്യായുദൂഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട്, വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും ഇപ്പം നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവരുടെയും പറ്റുന്നവർക്ക്, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഫ്രീ ആകുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാനിതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യ, ശാസ്ത്രവിദ്യ. ഞാൻ പറയുന്ന ശാസ്ത്രവിദ്യ ആരും പറയത്തില്ല. കാരണം നമ്മൾ ആ ഈശ്വരനിൽ നിന്ന്, നമ്മൾ ആ ഒരു ഗുരുപരമ്പരയിൽ നല്ല ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന വിദ്യകളാണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ എത്രയോ ആളുകൾ ജീവിതം മാറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കി തന്നെ ആയിരിക്കും. അല്ലാത്തപ്പോൾ പ്രാണായാമം, ശിവവിദ്യ, ശിവയോഗം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയമില്ല, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ് കേട്ടോ. പിന്നെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയുന്ന ക്ഷേത്രം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. ഇത് ചങ്ങനാശ്ശേരിയിൽ, ഞാൻ ഓഫീസ് 4 കോടിയാണ്. ചങ്ങനാശ്ശേരിയിൽ 4 കോടി കഴിഞ്ഞ് വരുന്ന പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ് പറയുന്നത്. അല്ലാതെ ഒരുപാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, അതായത് ചങ്ങനാശ്ശേരി 4 കോടി എന്ന സ്ഥലത്തിന് അടുത്തുള്ള പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അത് നിങ്ങൾ ആ ക്ഷേത്രം പലർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഇതുവരെ പറയാത്ത ഒരു അത്ഭുതകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഞാനീ പറയുന്ന കാര്യം ചെയ്തവരെല്ലാം, ഈ വഴിപാട് ചെയ്തവരുടെ എല്ലാം സാമ്പത്തിക നില മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ക്ഷേത്രത്തിൽ മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച എഴുതി വെച്ചു. മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച, മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച, ഈ 2 ദിവസങ്ങളിൽ ഗുരുതി നിവേദ്യം 100 രൂപയേ ഉള്ളൂ. സാധാ ഗുരുതി, വലിയ ഗുരുതിയൊന്നുമല്ല, സാധാ ഗുരുതി നിവേദ്യം, ഗുരുതി പുഷ്പാഞ്ജലിയല്ല, 100 രൂപയേ ഉള്ളൂ ഗുരുതി നിവേദ്യം. അത് ചെയ്യുക. ആരുടെ പേര് ചെയ്യണം? നിങ്ങളുടെ പേര് ചെയ്യുക. ഇനി നിങ്ങളിപ്പം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കുടുംബമാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ചെയ്യണം. നിങ്ങളിപ്പം കുടുംബമല്ല, നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് ചെയ്യുക. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും 2 പേരുടെയും പേര് ചെയ്യണം.
ഇത് മലയാള മാസം ആദ്യം ചൊവ്വാഴ്ചയും ചെയ്യുക, മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയും ചെയ്യുക. ഇത് സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് ആവർത്തിക്കാം. ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭവം മനസ്സിലാകും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പലരും ചെയ്തവരൊക്കെ ആവർത്തിക്കുന്നുണ്ട്, ഞാനും പലപ്പോഴും ആവർത്തിച്ച് ചെയ്യിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ആവർത്തിക്കുക. ഇതോടൊപ്പം ഈ മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച ഈ ഗുരുതി നിവേദ്യം ചെയ്യുന്നതോടൊപ്പം അവിടെ പുത്തൻകാവിലമ്മയുടെ മുന്നിൽ ഒരു കടുംപായസം, ഒരു ചെമ്പരത്തിമാല, അവിടെ ചെമ്പരത്തിമാല ഉണ്ട്, കടുംപായസിൻ്റെ രസീത് എടുത്തത് ചെമ്പരത്തിമാലയും കൂടെ വെച്ച് നിങ്ങൾ സാമ്പത്തികം നന്നായിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയല്ലാതെ എനിക്കൊരു ആശ്രയമില്ല, അമ്മയെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് അമ്മയെ ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ അമ്മയെ വിളിച്ചോ. അതുപോലെ പ്രാർത്ഥിക്കണം. കട്ടായം അമ്മ എനിക്ക് കട്ടായം പറയണം, അമ്മ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് വേറെ മാർഗ്ഗമില്ല, സാമ്പത്തികം തന്നേ പറ്റൂ എന്ന് അമ്മയെ ലയിച്ചു പ്രാർത്ഥിക്കണം, സംശയമില്ലാതെ. ആ വിശ്വാസത്തിലാണ് കാര്യം കിടക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല. പിന്നെ ഞാനൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം അമ്മയെ ചെല്ലുന്നോ, അങ്ങനെ ചെന്നവരെല്ലാം അത്ഭുതകരമായ ജീവിതം മാറിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. അപ്പം ഞാനിതുപോലെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ നല്ല ലയിച്ചു പ്രാർത്ഥിച്ച് സാമ്പത്തികം തന്നെ പറയുക. എന്നിട്ട് നടക്കി വെച്ച് കഴിഞ്ഞ് ഇവിടെ കുളമുണ്ട്, കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ടൂടെ ചെയ്യണം. അതിലാ രഹസ്യം കിടക്കുന്നത്. നമ്മുടെ മുൻജന്മ കർമ്മദോഷം മാറും. ഇത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഗുരുതി ചെയ്യുന്ന കൂടെ നിങ്ങൾ ഇതുകൂടെ ആവർത്തിക്കണം. ഇനി ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ട് പിന്നെ നമ്പർ വല്ല ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കുക. എന്നാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം, ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. എനിക്ക് അനുഭവമുള്ള കാര്യം പറഞ്ഞു, അതുപോലെ ജീവിതം മാറ്റിയ ഒരു കാര്യമാണ്. അപ്പം ഒരു 10 രൂപ എടുക്കാനില്ലാത്ത, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തവർ ഞാനീ പറഞ്ഞ കാര്യം വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെയ്ത് അതിസമ്പന്നരായവരുണ്ട്. ലക്ഷങ്ങൾ ബാങ്ക് അക്കൗണ്ടിലുള്ളവരുണ്ട്. സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്ത് അന്നൊക്കെ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് നിൽക്കുന്ന കാലത്താണ് 10 രൂപ തികച്ചെടുക്കാൻ ഇല്ലാത്തത്. പക്ഷെ പിന്നീട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് സമ്പത്തുണ്ടായ ആളുകളുണ്ട്. ഈ പറഞ്ഞ കാര്യം ചെയ്താണ് പുത്തൻകാവിലമ്മയാണ് ജീവിതം മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പുത്തൻകാവിലമ്മയെക്കുറിച്ച് പറയുന്നത്. അത്ഭുതകരമായ മാറ്റമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. പുത്തൻകാവിലമ്പലത്തിൽ ഇപ്പം കല്യാണം നടക്കാത്തവർക്ക് വെള്ളിയാഴ്ച കുങ്കുമാർച്ചനെ, സ്വയംവര മന്ത്രാർച്ചനെ, ഇത് സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകളിൽ ആവർത്തിച്ചവർക്കൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ നടന്ന അനുഭവമുണ്ട്. വിദേശവാസം, അമ്മയ്ക്ക് ആറുനാഴി പായസം രാവിലെ വെള്ളിയാഴ്ച കുളിച്ചീറനോടെ ആറുനാഴി പായസം നേർന്നവർക്ക് സ്ഥലക്കച്ചവടം നടന്ന ഒരുപാട് അനുഭവമുണ്ട്. സ്ഥലം വാങ്ങിയവരുണ്ട്. ഞാൻ വീഡിയോയിൽ എത്രയോ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് പഴയ വീഡിയോ എടുത്താലും ഉണ്ട്. സ്ഥലക്കച്ചവടം നടന്നവരുണ്ട്, സ്ഥലം വിറ്റവരുണ്ട്, വാങ്ങിയവരുണ്ട്. അതുപോലെ ഏതൊരു കാര്യം നടത്തി തരും. പക്ഷേ അമ്മയെ മനസ്സ് ചെല്ലണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. നിങ്ങൾ യാന്ത്രികമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുളിച്ചീറനോടെ വെള്ളിയാഴ്ച അമ്മയെ പുത്തൻകാവിലമ്മയെ പേര് വിളിച്ചു ചൊല്ലി ഇതിൻ്റെ കാര്യം നടത്തി തരണം. നടന്ന് കഴിയുമ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച അവിടെ വന്ന് ആറുനാഴി പായസം കഴിച്ചേക്കാം. 6 നാഴി പായസം നേരുന്നതും വെള്ളിയാഴ്ച ആയിരിക്കണം. കാര്യം നടന്നു കഴിഞ്ഞ് പോയി ചെയ്താൽ മതി. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയോ. നടക്കാത്ത കാര്യം അമ്മ നടത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചൊവ്വാഴ്ച അമ്മയ്ക്ക് ഈ ഗുരുതി ചെയ്ത വീടുകളിലെല്ലാം കലഹങ്ങൾ മാറിയിട്ടുണ്ട്. സ്വിച്ചിട്ട പോലെ കലഹങ്ങൾ മാറിയിട്ടുണ്ട്, ദുരിതങ്ങൾ മാറിയിട്ടുണ്ട്, വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവിക്കാനുള്ള മാർഗം തെളിഞ്ഞു വന്നിട്ടുണ്ട്, പുതിയ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച അമ്മയ്ക്ക് ഗുരുതി ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും മീനൂട്ടും ചെയ്താൽ സാമ്പത്തിക അമ്മ നൽകും. വിശ്വാസത്തോടെ ചെയ്താൽ മതി. ചെയ്തവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങളിപ്പോൾ ദൂരെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, വന്ന് ചെയ്യുക. പിന്നല്ലേ നിങ്ങൾ ഇടയ്ക്കെങ്കിലും മാസത്തിലൊന്നെങ്കിലും വന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ദൂരെ ഉള്ളവരോട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്? കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് ഒരുപാട് ദൂരെ ഉള്ളവരൊക്കെ ഉണ്ട്, മലപ്പുറം ആ ഭാഗമൊക്കെ ഉള്ളതാണ്. അവരൊക്കെ അവരുടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം. പക്ഷേ എനിക്ക് അനുഭവമുള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു ഉറപ്പുള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അനുഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക, പറ്റുന്നവർ വന്ന് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായേ? അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കാര്യം അമ്മ മാറ്റിത്തരും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈശ്വരീയമായ നല്ല രീതിയിൽ ഉപാസന ചെയ്യുന്ന, ഇപ്പം ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ഗുരുവിൽ നിന്ന് ക്രിയാകുണ്ടലിൽ പ്രാണായാമം കിട്ടിയ ആളാണ്.
ഞാൻ ഓരോ ശാസ്ത്രത്തിലും ആ ശിവനെ പ്രത്യേക രീതിയിൽ അഗസ്ത്യർ എന്നൊക്കെ വന്ന് ആ വിദ്യ ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളൊരു ശക്തിക്ക് സറണ്ടർ ചെയ്യുക. ഞാൻ ശിവന് സറണ്ടർ ചെയ്ത വ്യക്തിയാണ്. എൻ്റെ എല്ലാം ശിവനാണ്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഭഗവാനെ ജപിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഞാനെന്നല്ല ഏത് വ്യക്തികളായിക്കോട്ടെ, നമ്മൾ അവരെക്കുറിച്ച് ഗുണം പറഞ്ഞില്ലെങ്കിലും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അവരെക്കുറിച്ച് ദോഷങ്ങൾ പറയരുത്. അത് ആ വ്യക്തി ഇപ്പം നമ്മളൊന്നും ആഗ്രഹിച്ചില്ലേ പോലും തിരിച്ചടി കിട്ടും, കർമ്മദോഷം ഉണ്ടാകും. ഇത് പറയാൻ കാര്യം പുത്തൻകാവി പുനഃപ്രതിഷ്ഠ നടന്ന അന്ന് എന്നെ കാണാൻ ഒരു 400 പേരോളം അവിടെ വന്നായിരുന്നു. അപ്പം ഞാൻ അവർക്ക് ₹1 പോലും പ്രതിഫലം വാങ്ങാതെ അവിടെ ഇരുന്ന് രാവിലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ തൊട്ടിരുന്ന് അവരുടെ ഓരോ പ്രശ്നങ്ങൾ ചോദിച്ച ഒരു പരിഹാരം, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കണ്ട ഒരു സ്ത്രീ, അവർക്കറിയത്തില്ല, അറിവില്ലായ്മ കൊണ്ടാണ്, പുള്ളി കാശിന് വേണ്ടി ഇരുന്ന് ചെയ്യുന്നതാണെന്ന് പറയും. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന് ₹1 പോലും മേടിക്കാതെ പറഞ്ഞു കൊടുക്കുന്നത് പുത്തൻകാവലമ്മയുടെ നടയിരുന്നു. അപ്പം ഞാനൊന്നും വേണ്ടിയില്ല. പക്ഷെ അതിനൊക്കെ അവർക്ക് കർമ്മത്തിന് തിരിച്ചടി വരും, കർമ്മദോഷം ഉണ്ടാകും. പിന്നെ അത് കാരണം നമുക്കൊരു സത്യമുണ്ട്, നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് അറിയാതൊന്നും പറയരുത്. അവർക്കറിയത്തില്ല ഞാൻ പൈസ മേടിച്ചാണോ ചെയ്യുന്നില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞോളുക, അങ്ങനെ പറയരുത്. എന്നെ നല്ല ഒരു വ്യക്തിയെക്കുറിച്ചും ഈ നല്ല രീതിയിൽ ഈശ്വരനെ വിളിക്കുന്നവരുമുണ്ട്, ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി വിളിക്കുന്നവരുമുണ്ട്. എല്ലാവരും ഒരേ കണ്ണിൽ കാണരുത്, തെങ്ങിനും കവുങ്ങിനും ഒരുപോലെ തളപ്പിടരുത്. ശരിയായിട്ട് ഉപാസന ചെയ്യുന്ന ആളുകൾ, ഞാനെന്നല്ല ഏത് വ്യക്തികളാണേലും, നമ്മൾ അവരെക്കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്, ഊഹിച്ചൊന്നും പറയരുത്. ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, ഊഹിച്ച് പറയാൻ നിൽക്കരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മദോഷം ഉണ്ടാവും. കാരണം നമ്മളൊരു ശക്തിക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ആരോടും വിരോധമില്ല, നമ്മൾ ആരോടും ഒന്നും പറയത്തുമില്ല. കാരണം നമ്മൾ ആ ഈശ്വരനെ ശിവന് ഫുള്ള് സറണ്ടർ ചെയ്തിരിക്കുക. പക്ഷേ അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ കാര്യം ഭഗവാനാണ് നോക്കുന്നത്, അവിടെ ഭഗവാൻ പ്രവർത്തിക്കും. ഞാൻ ക്ഷമിക്കും, ഭഗവാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാകും. ഞാനെന്നല്ല, ഈ ഏതൊരു നല്ല മാർഗത്തിൽ ഒരു ഉപാസനയിൽ പോകുന്ന വ്യക്തികളോടും ഏതൊരു കാര്യം നിങ്ങളത് കർമ്മദോഷം വരുത്തി വെക്കരുത്. അത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അറിവിൽ വരുന്നതിന് വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ കർമ്മദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ആരെക്കുറിച്ചും ഒന്നും അറിയാതെ പറയരുത്. ചിലരുണ്ട് വാട്സപ്പിൽ കൂടെ, സാറേ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ പറയും എനിക്ക് സമയമില്ലെന്ന്. ഉടനെ അവർ പറയും അങ്ങനെ എങ്ങനെയാണ് ഞങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് വലിയ തിരക്കാണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും. ആർക്കാ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എനിക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അവർക്കും ഉണ്ടാകും. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ല, ശിവനെ സറണ്ടർ ചെയ്താ. അപ്പം അതിൻ്റെ കർമ്മദോഷം അവർക്ക് കിട്ടും. ഞാനിപ്പം പറയും, സഹോദര, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാതെ പറയരുത്. പറഞ്ഞാൽ അതിൻ്റെ കർമ്മദോഷം നീ വാങ്ങിച്ചെടുത്തോണം. ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഞാനെന്നല്ല ഒരു വ്യക്തിയെക്കുറിച്ചും നല്ല രീതിയിൽ ഈശ്വരനെ വിളിച്ച് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും നമ്മളൊരു അഭിപ്രായം പറയാൻ പോകണ്ട. വെറുതെ കർമ്മദോഷം വാങ്ങിച്ചു വെക്കരുത്. ആ കർമ്മദോഷം വാങ്ങിച്ചു വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും ആ കർമ്മദോഷം മാറത്തില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മളൊക്കെ ശ്വാസത്തിലാണ് ശിവവിദ്യ ചെയ്യുന്നത്. ശ്വാസം പ്രാണനെ ചേർത്ത, അതിനെ തടുക്കാൻ ഒരു വിദ്യയില്ല. ഒരു ക്ഷേത്രത്തിൽ പോയി ചെയ്താലും അതിനൊന്നും ഫലം ഉണ്ടാകത്തില്ല. ഞാനെന്നല്ല ഈ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ അവധൂതന്മാരൊക്കെ ഉണ്ടല്ലോ, അവധൂതന്മാരെന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഇവരെല്ലാം ഇതുപോലുള്ള വിദ്യകൾ, ശാസ്ത്രവിദ്യകളൊക്കെ ചെയ്യുന്നവരാണ്, സമാധിയായതാണ്. ഇത് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങളെല്ലാം ഈ ഒരേ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ഒരേ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ആ ഒരു ശിവതത്വത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം രാമനെയാണ് വിളിക്കുന്നത്, നമ്മൾ ആ ശിവവിദ്യയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. നല്ലത് ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും, മോശം കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ മോശം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതുള്ളൂ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം, അതുകൊണ്ട് പറഞ്ഞാണ്. അറിവില്ലായ്മ ഒന്നിനും പരിഹാരമല്ല. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതാണെങ്കിലും തീയെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളത്തില്ലേ? അറിയാതെ തൊട്ടെന്ന് പറഞ്ഞാൽ തീ പൊള്ളിക്കാതിരിക്കത്തില്ലല്ലോ. അതുപോലെ കർമ്മം ദൃഢകർമ്മമുണ്ട്, അദൃഢകർമ്മമുണ്ട്. നമ്മളൊരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിന് പരിഹാരമില്ല, അത് അനുഭവിച്ച് തന്നെ തീർക്കണം. നമ്മൾക്ക് അബദ്ധത്തിൽ പറ്റിയ തെറ്റുകളാണെങ്കിൽ കുറച്ച് ജപം, പ്രാർത്ഥന, കുറച്ച് നന്മകൾ ചെയ്യുക, കുറച്ച് അനുഭവിച്ച് തീർക്കുക, അതങ്ങ് തീരും. മനസ്സിലായോ? ദൃഢകർമ്മമുണ്ട്, അദൃഢകർമ്മമുണ്ട്. ഒക്കെ കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് കരുതി നമുക്ക് എന്തിനും നമ്മളൊരു പശ്ചാത്താപത്തോടു കൂടി ഈശ്വരനെ വിളിച്ചാൽ നമുക്ക് ഏതിനും ഒരു പരിഹാരം ഈശ്വരൻ കാണിച്ചു തരും. കർമാസ് ന്യൂട്രലൈസ് ആകും. നിങ്ങൾക്കൊരു കർമ്മദോഷമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മനഃശുദ്ധിയോടുകൂടി ഈശ്വര എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി,
ഞാനത് ക്ഷമ ചോദിക്കുന്നു, ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് സത്യസന്ധമായിട്ട് തീരുമാനിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ കർമ്മദോഷം നിങ്ങളെ വലുതായിട്ട് ബാധിക്കത്തില്ല. തെറ്റുകൾ ആവർത്തിക്കുമ്പോഴാണ് കർമ്മദോഷം ബാധിക്കുന്നത് കേട്ടോ. അല്ലാതെ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനഃശുദ്ധിയോടുകൂടി ഈശ്വര എനിക്കൊരു തെറ്റ് പറ്റി ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ആരോടാണ് തെറ്റ് ചെയ്ത് അവരോടും കൂടെ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുക. പിന്നെ നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കർമ്മദോഷം നിങ്ങളെ വലുതായിട്ട് ബാധിക്കത്തില്ല, അതും ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ വീണ്ടും വീണ്ടും അഹങ്കാരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നാൽ കർമ്മം തിരിച്ചടിക്കും, ഒരു സംശയം വേണ്ട. അത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിനാണെങ്കിലും കർമ്മം പിന്തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് ഇനി ഞാനൊരു കാര്യം പറയാം, കർമ്മത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളോട് ഒരാൾ ഒരു വഴി ചോദിക്കുന്നു, നിങ്ങൾക്ക് പല രീതിയിൽ വഴി പറഞ്ഞു കൊടുക്കുക. ദോ അങ്ങോട്ട് പോയാൽ മതി, അല്ലെ ദോ ഇങ്ങോട്ട് പോയാൽ മതി, അവനെവിടെങ്കിലും പോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുക്കുക. പക്ഷേ നിങ്ങൾ അവനോട് വഴി ചോദിക്കുന്നവരോട് പറയുകയാണ്, എടാ വഴി അറിയാത്ത ഒരുത്തനാണല്ലോ വന്ന് വഴി ചോദിക്കുന്നത്, അപ്പം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് ഇന്നോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വേറൊരിടത്ത് ചെന്നു, നിങ്ങൾക്കൊരു വഴി അറിയത്തില്ല, നിങ്ങൾ ഒരാൾ ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ നിങ്ങളോട് വഴി പറഞ്ഞു തരും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ആര് വഴി പറഞ്ഞു കൊടുത്ത് എന്നോട് വഴി ചോദിച്ചാലും ഞാൻ വളരെ വ്യക്തമായിട്ട് ആത്മാർത്ഥത്തോടു കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ആലപ്പുഴ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരിടത്ത് പോകാൻ വേണ്ടി വഴി അറിയത്തില്ലായിരുന്നു. ഞാനൊരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ ആ ഓട്ടോക്കാരൻ അയാൾ ഈ വഴി കാണിച്ചു തരാൻ എൻ്റെ കൂടെ വന്നു. ഞാനും സഹോദരൻ ഒരു ആക്റ്റീവിലായിരുന്നു. അയാൾ ഒരു കാര്യമില്ല ഞങ്ങളുടെ കൂടെ വന്ന് വഴി കാണിച്ചു തന്നു. ഞാനതുപോലെ വഴി കാണിച്ചു. കർമ്മം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കർമ്മത്തിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലെന്ന്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ നമുക്ക് തിരിച്ചു കിട്ടും വേറെ രൂപത്തിൽ. നല്ലതാണെങ്കിൽ അത് നല്ലതായിട്ട് തിരിച്ചു വരും, ചീത്തയാണെങ്കിൽ ചീത്തയായിട്ട് തിരിച്ചു വരും. ഇപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാതൊരു കാര്യം മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നു, നിങ്ങളെ വേറൊരുത്തൻ ഇതിലും മോശമായിട്ട് വേറൊരിടത്തിട്ട് കളിയാക്കും, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയും. ഇതിനും 10 ഇരട്ടി കർമ്മം തിരിച്ചടിക്കും. അതാ ഞാൻ പറഞ്ഞത്, സത്യമാണത്. ഞാനൊന്നും പറയണ്ട, പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനെന്നല്ല ഏതൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ആളും തരവും കണ്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അത് നമ്മൾ ആ കർമ്മം എന്നുള്ള ജീവിതത്തിൽ വലിയൊരു ഘടകമാണ്. ഇപ്പം ഞാനിതൊക്കെ പറയുന്നത് അറിവിന് വേണ്ടിയാണ് പറയുന്നത്. ഈ രാഹു ദശാസമയത്ത് ദേവീക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. പുത്തങ്കാവലമ്മയ്ക്ക് രാഹു ദശാസമയത്ത് വഴിപാട് ചെയ്ത ഒരുപാട് വ്യക്തികൾക്ക്, അതുപോലെ ഏഴര ശനി, കണ്ടക ശനി, ജന്മശനി, അതുപോലെ ഏത് ഗ്രഹപ്പഴിക്കും ഭദ്രകാളിയെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വരും. അതൊരു രഹസ്യമാണ് കേട്ടോ. ഭദ്രകാളിക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പുത്തങ്കാവലമ്മ ഭദ്രകാളി തന്നെയാണ്. പായിപ്പാട് പുത്തൻകാവിലമ്മ. നമ്മൾ ഗൂഗിളിൽ പായിപ്പാട് പുത്തൻകാവിൽ ടെമ്പിൾ, പായിപ്പാടെന്ന് അടിച്ചു കൊടുക്കണം. പായിപ്പാട് പുത്തൻകാവ് ടെമ്പിൾ, പായിപ്പാട് പുത്തൻകാവ് ടെമ്പിൾ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും. ആവശ്യമുള്ളവർ ചെയ്യുക. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ അനുഭവങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്, ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഇതെൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ശിവ.